ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ആപ്പമായിരുന്നു. ആപ്പവും പട്ടാണി കറിയായിരുന്നു. പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇടിച്ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അത് വന്ന് മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ചെടുത്ത് തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാനതിൽ ശകലം എടുത്ത് ഫ്രൈ ചെയ്യാണ്, മെഴുക്കുരുട്ടി ഉണ്ടാക്കുകയാണ്. ചേട്ടന് ഇടിച്ചക്ക തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് തോരനുണ്ടാക്കി. അപ്പോൾ രാവിലെ തന്നെ ജോലി തീർത്ത് നമുക്ക് ഇത്ര ചൂടും തോന്നത്തില്ല. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തു. അപ്പോൾ ആദ്യമേ ഇടിച്ചക്ക കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മെഴുക്കുരുട്ടിയിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി എടുത്തു. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് നല്ല സ്ലിമ്മിലിട്ട് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഇത് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഇതെല്ലാം എടുത്ത് വെച്ച് അരയ്ക്കണം. കറി വന്ന് ഉച്ചത്തേയും കൂടെ ചേർത്താണ് വെച്ചത്, പട്ടാണി കറി. അപ്പോൾ ഭയങ്കര ചൂട്, അതുകൊണ്ട് ഉച്ചയ്ക്ക് കയറി നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വയ്യ. കൊടുത്തേക്കാനുള്ളത് കൊണ്ട് രാവിലെ തന്നെ ഈ ജോലിയൊക്കെ പെട്ടെന്ന് തീരും. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇച്ചിരി മൂടിക്കിടപ്പുണ്ടായിരുന്നു. മെനഞ്ഞാന്ന് ഒരു നല്ല ഇടിയിടിച്ചായിരുന്നു. ഇടിയിടിച്ചപ്പോഴത്തേക്കും വിചാരിച്ചു ഇപ്പം ആർത്തലച്ച് മഴ പെയ്യുമെന്നു. എവിടെ നിന്ന് മഴയൊന്നും പെയ്തില്ല. അപ്പോൾ ഇതൊന്ന് മെഴുക്കുരുട്ടിക്ക് വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഉഴുന്നും പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് വേവിച്ച് വെച്ച ഇടിച്ചക്ക കഷ്ണങ്ങളില്ലേ അത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തു. അതും അരപ്പും കൂടെ ചേർത്ത് മിക്സാക്കിയ ശേഷം ഈ താളിപ്പിലോട്ട് ചേർത്ത് കൊടുത്തു. വെന്തതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇപ്പം പാത്രം കഴുകുന്ന സമയത്ത് ഇങ്ങനെ ഞാനൊരു താഴെ ഒരു പാത്രം കൂടെ വെച്ചേക്കും. അപ്പോൾ ഈ പാത്രം കഴുകുമ്പോഴുള്ള വെള്ളമൊക്കെ അതിലോട്ട് കളക്ട് ചെയ്ത ശേഷം അതുകൊണ്ടുവന്ന് ചെടിയുടെ മൂട്ടിലൊഴിക്കും. അല്ലാതെ ഇപ്പോൾ ഈ വേനൽ സമയത്ത് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ചെടി നനയ്ക്കാനുള്ള മനസ്സ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ വെള്ളം വേസ്റ്റായി പോകത്തില്ലല്ലോ. എങ്ങനെ ഒരു പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വെള്ളം എങ്ങനെ ഒരു 8-10 ആ ബൗളിൽ വരും ഉച്ചയ്ക്ക് മുന്നേ തന്നെ. അപ്പോൾ അത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ചെടിയുടെ മൂട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ സിങ്കെല്ലാം കഴുകിയിട്ടു. അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്.